ഹായ് സുഹൃത്തുക്കളെ, യാത്രാ ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് പോകുന്നത് മൂന്നാറിലെ മീശപ്പുലിമലയ്ക്കാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സൈലൻറ്റ് വാലി സബ് യൂണിറ്റ് മൂന്നാർ ഡിവിഷൻ മൂന്നാർ ടൂറിസം ബേസ് ക്യാമ്പിലേക്കാണ് പോകുന്നത്. മൂന്നാറിന് 35 കിലോമീറ്ററിൽ ജീപ്പിൽ യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തുന്നത്, ഈ ബേസ് ക്യാമ്പിലെത്തുന്നത്. അങ്ങനെ ബേസ് ക്യാമ്പിലെത്തി ഇവിടെ കണ്ട കാഴ്ചകൾ കണ്ടോ. ടെൻ്റ് അടിച്ച ആൾക്കാർ കിടക്കുക. ഒരു ടെൻറ്റിന് ഒരു ദിവസത്തേക്ക് ഫുഡ് അടക്കം 5000 രൂപയാണ്, 2 പേർക്ക് കിടക്കാം. ഈ ബേസ് ക്യാമ്പിൽ നിന്ന് നമുക്ക് മീശപ്പുലിമലയ്ക്ക് പോകേണ്ട ആൾക്കാർക്ക് കാലത്ത് തന്നെ ബ്രെഡും ജാമും കിട്ടും. ഇപ്പോൾ സമയം 6 മണിയായിട്ടുള്ളൂ. ഞങ്ങൾ 3 മണിക്കാണ് മൂന്നാർ പുറപ്പെട്ടത് ജീപ്പിന്. അങ്ങനെ ഞങ്ങൾ ബ്രെഡെല്ലാം കഴിച്ച്, ബ്രെഡുണ്ട്, കാപ്പിയുണ്ട്, ചായയുണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. ബ്രെഡും ജാമും. അവിടുന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. ഇത് KFDC ആണ്, കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവിടുന്ന് യാത്ര തുടങ്ങി മീശപ്പുലിമലയിലേക്ക്. ജീപ്പിൻ്റെ വാടക 3500 രൂപ ഒരു ദിവസത്തേക്ക്. 6 പേര് മാത്രമേ ജീപ്പിൽ കയറ്റൂ. അവർ ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് മീശപ്പുലിമല. ആനമുടി കഴിഞ്ഞാൽ കേരളത്തിലെ ഉയരം കൂടിയ 2ാമത്തെ കൊടുമുടിയാണ് മീശപ്പുലിമല. മീശയുടെ രൂപത്തിലാണ് ഈ പർവ്വതനിര കാണപ്പെടുന്നത്. അങ്ങനെ ജീപ്പിൻ്റെ അകത്ത് ശരത്ലാലുണ്ട്, ബിജു ഉണ്ട്, പിന്നെ ജാബിറുണ്ട്. ഞങ്ങൾ 3-4 പേരെ ഈ ജീപ്പിൻ്റെ അകത്തുള്ളത്. നല്ല ചാറ്റൽ മഴയുണ്ട്, മഞ്ഞുണ്ട്. ജീപ്പാണെങ്കിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് വിടുന്നു. അയ്യറുള്ള ജീപ്പുകൾ മാത്രമേ കയറിപ്പോകും. ഒരു 10 മിനിറ്റ് ഇവിടെ ഈ ചെളിയിൽ കുടുങ്ങി ഞങ്ങൾ. ഇത് കംപ്ലീറ്റ് കാറ്റാടിയാണ്, കാറ്റാടിൻ്റെ കാടാണ് ഇത് മുഴുവൻ. മൂന്നാറിൽ നിന്നും മാട്ടുപ്പെട്ടി വഴി അരുവിക്കാട് എസ്റ്റേറ്റ് കടന്നാൽ മീശപ്പുലിമലയിലേക്കുള്ള ബേസ് ക്യാമ്പിലെത്താം. മീശപ്പുലിമലയിലേക്കുള്ള ട്രക്കിംഗ് കേരള വനം വികസന കോർപ്പറേഷൻ മുഖാന്തരം മാത്രമേ നടത്താൻ പറ്റൂ. മീശപ്പുലിമലയിലേക്ക് അനധികൃതമായി ട്രക്കിംഗ് അനുവദിക്കില്ല. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പവും ഉത്തരാഖണ്ഡിൻ്റെയും നാഗാലാൻഡിൻ്റെയും സംസ്ഥാന വൃക്ഷമായ കാട്ടുപൂവരശ് മീശപ്പുലിമലയിൽ ധാരാളമായി കണ്ടുവരുന്നു. ഇവിടെ ഒരു താഴ്വാരയ്ക്ക് ഇതിൻ്റെ പേര് വോഡോ ഡൻ ട്രോൺ വാലി എന്നാണ്. താഴ്വാരൻ്റെ പേര് വോഡോ ഡൻ ട്രോൺ വാലി എന്താ പേരാണ് നൽകിയിരിക്കുന്നത്. ബേസ് ക്യാമ്പിൻ്റെ ടെൻറ്റിൻ്റെയും 5 കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും 8000 അടി ഉയരെ താമസ സൗകര്യം ലഭ്യമാണ്. ഇവിടെ അങ്ങനെ ഞങ്ങൾ ജീപ്പുമായിട്ട് വോഡോ വാലിയിലെത്തി. ഇവിടെ ഒരു 10 പേർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഇപ്പം സമയം ഏകദേശം 7 മണിയായി. അങ്ങനെ ജീപ്പൊക്കെ വെച്ച് ഞങ്ങൾ കണ്ട സമുദ്രത്തിൽ നിന്ന് 8000 അടി ഉയരത്തിലപ്പോൾ നമ്മളുള്ളത്.
ഈ കാണുന്നതാണ് ബേസ് ക്യാമ്പുകൾ. വോഡോ വാലി എന്നാണ് ഇതിൻ്റെ പേര്, ബേസ് ക്യാമ്പിന്. ഇവിടെ ഒരു ദിവസത്തേക്ക് 7000 രൂപ വാടക 2 പേർക്ക്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. എന്നിട്ടാലൊരു 5-6 റൂമുണ്ട് ഇവിടെ. കാലത്ത് വരുമ്പോൾ 3 മണിക്ക് വരുമ്പോൾ അവിടുന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ ഞങ്ങൾ കയ്യിൽ കരുതിയിരുന്നു, കുട്ടികളൊക്കെ ഉള്ളതും കൊണ്ട്. അതെല്ലാം താഴത്ത് വെച്ച് ഇവിടെ ഒരു ക്യാമ്പ് ഫയർ നടക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് കഴിക്കുക. വോഡോ വാലിയിൽ നിന്നാണ് കഴിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേര് വോഡോ വാലി എന്നാണ്. അങ്ങനെ കുറച്ച് ആൾക്കാർ ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഇവിടുത്തെ നിർബന്ധം എന്താ വെച്ചാൽ ഇവിടുത്തെ പ്ലാസ്റ്റിക്കുകൾ ഒരു സാധനം പുറത്തിടരുത്, നിർബന്ധമാണ്. അത് അവിടുത്തെ ഒരു ചാക്കുണ്ട്, ആ ചാക്കിൽ നമ്മൾ തന്നെ കൊണ്ടുവിടണം. വേസ്റ്റുകളൊന്നും പുറത്തിടരുത്. ഇത് ക്യാമ്പ് ഫയർ നടക്കുന്ന സ്ഥലമാണ് ഈ ഷെഡ്. ഇപ്പോഴും നല്ല ചൂടുണ്ട് ഇതിനകത്ത്. എന്താ സ്റ്റൈലും മലകൾ കണ്ടോ. മലകയറ്റം തുടങ്ങി ഞങ്ങൾ. ഇപ്പം സമയം ഒരു 7-7:30 സമയം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ തുടങ്ങി. ഇവിടെ ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ ഭക്ഷണം കിട്ടും. അതും മല കയറി വന്നതിന് ശേഷമേ കിട്ടൂ. അതൊരു 11-12 മണിയാവും. 7 മണിക്ക് പോകുന്ന ആൾക്കാർ തിരിച്ച് വരണമെങ്കിൽ 12 മണിയാവും. അന്നപ്പോൾ അവിടെ ഈ ഫോറസ്റ്റുകാർ നമുക്ക് ഭക്ഷണം റെഡിയാക്കി തരും. ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ കിട്ടൂ. രാവിലെ പോകുമ്പോൾ ഫോറസ്റ്റുകാരെ വക ബ്രെഡും ജാമും ഒരു കാപ്പിയോ ചായയോ എന്താ വേണ്ടിച്ചാൽ അതും കിട്ടും. ഈ ഫോറസ്റ്റുകാരും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ടൂറിസ്റ്റുകൾ വരുന്ന ആളുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഗൈഡിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈഡിന്റെ കൂടെ വേണം അവർ പോകാൻ. ഒരു കൂട്ടമായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് പോവുക. പിന്നെ മാത്രമല്ല നമ്മുടെ ട്രക്കിംഗ് പാത്ത് ഉണ്ട്. അപ്പോൾ കൃത്യമായ ട്രക്കിംഗ് പാത്തിലൂടെ മാത്രം പോവുക. പോണ വഴിയിൽ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നും വലിച്ചെറിയരുത്. കാരണം ഇത് റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്താണ് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ആളുകൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വരികയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലൂടെ വേണം മുന്നോട്ട് പോകാൻ. പിന്നെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ പോകുന്ന വഴിയിൽ ചിലപ്പോൾ വരയാട് പോലെയെല്ലാം മൃഗങ്ങളൊക്കെ കാണാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഫീഡ് ചെയ്യാനും ചെയ്യരുത്. അതിന് ഫോട്ടോ എടുക്കാൻ നമ്മൾ ഓക്കെ, പക്ഷേ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനോ ഫീഡ് ചെയ്യാനോ ഇങ്ങനത്തെ കാര്യങ്ങളും പാടില്ല. അപ്പോൾ അതാകുമ്പോൾ ഒഫൻസ് ആ രീതിയിലേക്കൊക്കെ മാറും. പിന്നെ വേറെ സംശയം, ഇതേ പോയ റൂട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വരിക? നമ്മൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. നമ്മളിങ്ങനെ പോകുന്ന വഴി അങ്ങനെ പോയി കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങി വരികയാണ്. ഈ പുറപ്പെട്ട സ്ഥലത്തിന്റെ പേരെന്താ? അത് റോഡോ മാൻഷൻ. അപ്പോൾ ഇത് എന്റെ പേര് റോഡോ മാൻഷൻ. ബൈവാക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. അപ്പോൾ കിലോമീറ്റർ 8 കിലോമീറ്റർ. അപ്പ് ആൻഡ് ഡൗൺ 8 കിലോമീറ്റർ നമ്മൾ മൊത്തമായിട്ട് നടക്കാം. താങ്ക് യു. അങ്ങനെ ഏകദേശം ഒരു മല ഞങ്ങൾ കയറി. വൺ സൈഡ് ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും. കണ്ട കംപ്ലീറ്റ് മഞ്ഞ് വന്ന് മൂടിപ്പോയി. ഈ സ്ഥലത്താണ് സൺറൈസ് കാണുന്ന സ്ഥലം കേട്ടോ അത്. അങ്ങനെ ഇവിടെ ഞങ്ങളെല്ലാവരും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളെ ഇപ്പുറം ഗൈഡ് ഉണ്ട് ഫോറസ്റ്റിൻ്റെ. കണ്ടോ, വരയാടിൻ കൂട്ടം വരുന്നുണ്ട്. ആഹാ, 4 ആളെ വരുന്നുണ്ട്. കണ്ട,
രസകരമായ കാഴ്ചകളൊക്കെ. അവര് മല കുത്തനെ ഇറങ്ങി പോവുക. ഈ ഗൈഡ് പറയുന്ന കറക്റ്റ് ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? നമ്മള് സൺറൈസ് പോയിന്റ്. നമ്മള് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് റെസ്റ്റ് പോയിന്റിലാണ്. ഇവിടെ വന്നിട്ടാണ് ഗസ്റ്റിന് വരുമ്പോൾ സ്കൈ എല്ലാം ക്ലിയർ ആണെങ്കിൽ ഇത് ഞങ്ങളെ കാണാനുള്ള. ഇനി അടുത്ത പോയിന്റ് ഏതാ? ഇനി നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ കണ്ടിന്യൂസ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മീശപ്പുലി മല. ഇനിയിപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അതെല്ലാം ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് ഇനി കുത്തനെ താഴോട്ട് ഇറങ്ങണം. ടോട്ടൽ 8 കിലോമീറ്ററാണ് ബേസ് ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് 8 കിലോമീറ്ററാണ്. അതിൽ 1.25 കിലോമീറ്റർ നടന്നിട്ടേ ഉള്ളൂ, ഒരു മല കയറിയിട്ടേ ഉള്ളൂ. ഇനി കുത്തനെ അതേ മടി താഴോട്ട് ഇറങ്ങി പോകണം. ഓപ്പോസിറ്റ് ഭയങ്കര കർത്തങ്ങളാണ്. കണ്ടോ, ഇറങ്ങുക താഴോട്ട്. കണ്ടോ, ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ മല കോട മുഴുവൻ പോയിട്ട് മല ക്ലിയറായിട്ട് നമുക്ക് കാണാം. എന്താ രസം! ഇത് തന്നെയാണ് മീശപ്പുലി മലയിലെ കാണാനുള്ളത്. ഓരോരോ കാറ്റടിക്കുമ്പോഴാണ് മല ക്ലിയർ ആകുന്നത്. മഞ്ഞ് തന്നെയാണ്, നല്ല മഴത്തുള്ളിൻ്റെ അതേതിൽ തന്നെയാണ് മഞ്ഞ് വീഴുന്നത്. ഈ നമ്മൾ കയറിയെന്ന് കുത്തനെ പോകുന്ന വഴിയാണ് കാണുന്നത്. കണ്ടോ, ഈ തടാകത്തിന്റെ പേരാണ് ഹൃദയ തടാകം. ആ കാണുന്നത് മീശപ്പുലിമലയിലുള്ള. പിന്നെ ഇവിടെ വേറെ സംവിധാനങ്ങളെന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണൊന്നും നമുക്ക് വിളിക്കാനാവില്ല. അങ്ങനെ മീശപ്പുലിമലയിലെത്തി അവിടെ നിന്നുള്ള കാഴ്ചകളാണ് അതിമനോഹരമായ കാഴ്ചകളാണ്. പക്ഷെ ഒരു കാറ്റ് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ക്ലിയർ ആയി പോകും. മൊബൈലിനൊക്കെ നെറ്റ്വർക്ക് കുറവാണ്, നെറ്റ്വർക്കേ ഇല്ല. എന്താ വെച്ചാൽ ടവറുകൾ കാര്യങ്ങളൊന്നുമില്ല, കറണ്ട് ഇല്ല, ഒക്കെ സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് എല്ലാ സംവിധാനങ്ങളും. അത് ബേസ് ക്യാമ്പിൽ മാത്രമേ ഉള്ളൂ സോളാർ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെത്തി. ഇപ്പോൾ സമയം 1 മണിയായി. ബേസ് ക്യാമ്പിൽ വീണ്ടും എത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അതേ സ്ഥലത്തെത്തി. കണ്ടോ, വരയാടിനെ കണ്ടില്ലേ?
ഇവർ ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താ വെച്ചാൽ യാതൊരു കാരണവശാലും ഒരു തീറ്റകളോ നമ്മൾ ഈ ആടുകൾക്ക് കൊടുക്കരുത്. അവർ ഈ പച്ചപ്പുല്ല് തന്നെ തിന്നുക. നമ്മുടെ അടുത്തേക്കൊക്കെ വരും, ശ്രദ്ധിക്കണം, വന്നങ്ങ് ഇടിച്ചൂട് ചെയ്യുക. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഈ ബേസ് ക്യാമ്പിൽ ഒരു 3:30 മണി വരെ ആടുണ്ടാവും. പിന്നെ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് തന്നെ പോകും, വാസസ്ഥലത്തേക്ക്. ഇതിൻ്റെ കൊമ്പ് തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ് കൊമ്പൊക്കെ. ഒന്നതിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്, മുകളിലുണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കുക. ഇവിടെ കളിയൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ കാറ്റാടി മരങ്ങളാണുള്ളത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം സമയം 2 മണിയായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും മൂന്നാറിലേക്ക് യാത്ര തുടങ്ങി. ഇവിടുന്ന് 2 മണിക്കൂർ എടുക്കും ജീപ്പിന്. തിരിച്ച് മൂന്നാറിൽ പോയാൽ മാത്രമേ നമുക്ക് കടകളും ഹോട്ടലുകളും ഒക്കെ ഉള്ളൂ. കണ്ടോ, മലകളൊക്കെ കംപ്ലീറ്റ് പച്ച പുതച്ച് കിടക്കുക. എന്താ സ്റ്റൈല്! തേയിലത്തോട്ടം അതേ കളർ തന്നെ മലയും. ഞങ്ങളൊരു 6 ജീപ്പിലാണ് അവിടുന്ന് വന്നത്. ഫോറസ്റ്റുകാരും ഉണ്ട് നമ്മുടെ. അതെല്ലാ പാർട്ടികളെ എപ്പോഴും ഫോറസ്റ്റുകാരും പോകും ഗൈഡായിട്ട്. എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരും.
ചുരം ഏകദേശം ഇറങ്ങിക്കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.